ഹലോ ഫ്രണ്ട്സ്, പ്രിൻസസ് കാസ്റ്റലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ബീഫ് വിന്താലോ ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടത് ഒരു കപ്പ് ബീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് മസാലകൾ: കടുക്, ഉലുവ, പിന്നെ പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, 2-3 കുരുമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമ്മൾ എണ്ണ ചേർക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കരിയരുത്. ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മളൊന്ന് ആറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക്. ഞാനിത് കാശ്മീരി എടുത്തിട്ടുള്ളത്. നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളക്. എരിവ് കൂടുതൽ ഉപയോഗിക്കണവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ വറ്റൽമുളക്, കൊല്ലമുളകും കൂടി ഇട്ടിട്ട് എടുത്താൽ മതിയാവും. എന്ന് വെച്ചാൽ അപ്പോൾ അതാകുമ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ കറിവേപ്പിലയും മുളകും ഒന്ന് ചൂടാവട്ടെ. ഈ പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലയുടെ കൂടെ ഇതും കൂടി വെച്ചിട്ടൊന്ന് ആറാൻ വയ്ക്കുക. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതും കൂടി നമ്മൾ മാറ്റിയെടുത്ത് വയ്ക്കുക. മസാലകളൊക്കെ ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒരു 1/4 കപ്പോളം ചൊറുക്കിയാട്ടോ. ഞാനിവിടെ തെങ്ങും ചൊറുക്കി എടുത്തിട്ടുള്ളത്. വൈറ്റ് വിനീഗർ ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം കൂടി ഈ പരുവത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ടൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ പോണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് വെച്ചേക്കണ ഇറച്ചിയുടെ കഷ്ണങ്ങൾ ഇടുക. ഇറച്ചി കുറച്ച് വലിയ പീസായിരിക്കണം കേട്ടോ വിന്താലുവിന്. ഇത് നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ്, പുളി ഉള്ളതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടുതൽ വേണ്ടി വരെ. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്തു. ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് ഈ കൂട്ട് നമ്മൾ അടപ്പിട്ട് ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നല്ല ഇറച്ചി വെന്ത് അതിലുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടുകും ഉലുവയൊക്കെ ചേർക്കണോണ്ട് ഇതൊരു അച്ചാറിൻ്റെ ഒരു ഫ്ലേവറിലായിരിക്കും വരിക. നല്ല മണവും ഗുണമുള്ളൊരു ഇറച്ചി കേട്ടോ. നല്ല ഫ്ലേവറാണ് ഇതിന്. ഇത് ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇറച്ചി വെന്ത് നല്ലോണം ചുങ്ങി മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല മയമാണ് കണ്ടോ. അപ്പോൾ ഇത് ഇന്ന് തന്നെ കഴിക്കണേലും നാളെ എടുത്ത് ഉപയോഗിക്കണമായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. ഈ എരിവും പുളിയും എല്ലാം പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഏതായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.